മലയാളികൾക്ക് സുപരിചിതനാണ് സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്റർ. പിന്നണി ഗാനരംഗത്ത് മറക്കാനാകാത്ത ഗാനങ്ങൾ സമ്മാനിച്ച പ്രതിഭ കൂടിയാണ് അദ്ദേഹം. രവീന്ദ്രൻ മാസ്റ്റർ ഒരുക്കിയ പല ഗാനങ്ങളും ഇന്നും അനശ്വരമായി തന്നെ നിലനിൽക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഗാനങ്ങളിലൊന്ന് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന മോഹൻലാൽ ചിത്രത്തിലെ ഗാനങ്ങളാണ്. സംഗീത സംവിധായകൻ എന്ന നിലയിൽ രവീന്ദ്രൻ മാസ്റ്റർ തന്റെ കഴിവുകൾ മുഴുവൻ പുറത്തെടുത്ത ഗാനങ്ങളാണ് ഈ സിനിമയിലേത് എന്ന് തന്നെ പറയാം. യേശുദാസ് പാടിയ പ്രമദവനം എന്ന ഗാനം ഇന്നും അനശ്വരമായി നിലനിൽക്കുകയാണ്. ഗാനത്തിന് പിന്നിലെ സംഭവ വികാസങ്ങൾ പങ്കുവയ്ക്കുകയാണ് രവീന്ദ്രൻ മാസ്റ്ററുടെ ഭാര്യ ശോഭന രവീന്ദ്രൻ. മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശോഭന മനസ്സ് തുറന്നത്. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രം തൊട്ട് രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതത്തിന്റെ ശൈലി മാറിയെന്നാണ് ശോഭന പറയുന്നത്. ആദ്യമൊക്കെ ലോക്കൽ പാട്ടുകൾ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹിസ് ഹൈനസ് അബ്ദുള്ളയ്ക്ക് ശേഷം നിലവാരം കുറഞ്ഞ പാട്ടുകൾ വന്നിട്ടില്ല. അതിനു മുൻപും അത്തരം കുറച്ച് പാട്ടുകളെ പാടിയിട്ടുള്ളൂ. ദാസേട്ടൻ പാട്ട് നിർത്തുവാൻ തീരുമാനിച്ച സമയമായിരുന്നു അത്. എല്ലാ സിനിമകളിലും ഒരേപോലെ പാടി അദ്ദേഹത്തിന് മതിയായിരുന്നു. ഇനി കച്ചേരിയിൽ മാത്രമേ പാടുന്നുള്ളൂ എന്ന് പറഞ്ഞ് പിൻവാങ്ങിയ സമയമായിരുന്നു അത്. ഈ സമയത്താണ് ഹിസ് ഹൈനസ് അബ്ദുള്ള വരുന്നത്. കഥ കേട്ടപ്പോൾ തന്നെ എന്താണ് വേണ്ടതെന്ന ഭാവന വന്നിരിക്കാം. അത്രയും നല്ല സീരിയസ് കഥയാണത്. ഇതിൽ ദാസേട്ടൻ പാടാതെ എങ്ങനെയാണെന്ന് രവിയേട്ടൻ ചോദിച്ചു. ഓരോ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ദാസേട്ടനാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ. പാട്ടൊന്ന് കേട്ടിട്ട് ദാസേട്ടൻ തീരുമാനിക്കുക. ദാസേട്ടൻ പാടുന്നില്ല എങ്കിൽ ഞാൻ ഈ പടം ചെയ്യില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ചു കേട്ടു കഴിഞ്ഞപ്പോൾ ദാസേട്ടന് പാടാതിരിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് ശോഭന പറയുന്നു. ആ സമയത്ത് ദാസേട്ടന് അങ്ങനെ ഒരു പാട്ടിന്റെ ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മാത്രമേ അങ്ങനെ ഫലിപ്പിക്കാൻ പറ്റുള്ളൂ. വേറെ ആര് പാടിയാലും ഒരു പോയിന്റ് താഴെയായിരിക്കും. ദാസേട്ടൻ എല്ലാ പാട്ടുകളും പാടുന്നുവെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പറയുവാൻ പാടില്ല. അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കുക. നമ്മൾ അവരെ മറികടന്നു വരണം. ഒരാൾ താഴ്ന്നു കൊടുത്തു വന്നിട്ട് എന്താണ് കാര്യം? അദ്ദേഹം നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ പറ്റാത്തതെന്ന സംസാരം ഇടയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും ശോഭന ചൂണ്ടിക്കാട്ടുന്നു. കൈതപ്രവും രവിയേട്ടനും വല്ലാത്തൊരു കോമ്പിനേഷനാണ്. ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ രവിയേട്ടൻ പാടിയിട്ടുണ്ട്. MG ശ്രീകുമാർ ആയിരുന്നു ആദ്യം പാടിയത്. അദ്ദേഹം മനോഹരമായി തന്നെ പാടിയിരുന്നു. പക്ഷെ അത് വേറൊരു രീതിയിലായിരുന്നു. ദാസേട്ടനും ശ്രീകുമാറുമാണ് ആ സീനിൽ വരുന്നത്. കുറച്ചുകൂടി നന്നാക്കണമെന്ന ചിന്തയിലാണ് ശ്രീകുമാർ പാടിയത്. പക്ഷെ സാഹചര്യത്തിന് ചേരുന്നതായിരുന്നില്ല അത്. ധിക്കാരത്തോടെയാണ് അവിടെ പാടേണ്ടത്. ഈ ഒരു ധിക്കാരം രവിയേട്ടന് വരുമെന്ന് മോഹൻലാലാണ് പറഞ്ഞതെന്നും ശോഭന രവീന്ദ്രൻ ഓർക്കുന്നു. അതേസമയം തന്നെ 2005 തന്റെ 61-ാം വയസ്സിലാണ് രവീന്ദ്രൻ മാസ്റ്റർ ലോകത്തോട് വിട പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.